നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇതിപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ്. അതിൻ്റെ വീട്ടിലെ ടെറസിൻ്റെ മുകൾ വശമാണ് ഈ കാണുന്നത്. ഇപ്പോൾ നമ്മളിതിൽ ഈ വീഡിയോ എടുക്കാണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുമ്പോൾ റൂഫ് കൂൾ എന്ന് പറയുന്ന ഒരു വാട്ടർ പ്രൂഫിംഗ് ചെയ്തതാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ടും നമ്മുടെ ഈ ഒരു നാട്ടിലെ കാലാവസ്ഥയ്ക്ക്, പാലക്കാടിൻ്റെ ഒരു കാലാവസ്ഥയ്ക്ക് നിർബന്ധമായിട്ട് ഓരോ വീട്ടുകാരും ചെയ്യേണ്ടതാണ്. എന്താ പറഞ്ഞാൽ ഈ 41 ഡിഗ്രി 42 ഡിഗ്രി ചൂടുള്ള ഈ ഒരു കാലാവസ്ഥയിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഇപ്പോൾ ഈ വാട്ടർ പ്രൂഫിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ കറക്റ്റ് 12 മണി 12:30 സമയത്താണ് നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത്. ഈ ഒരു വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നതിൻ്റെ മുമ്പാണെങ്കിൽ ഈ ഒരു കാലാവസ്ഥയുടെ ഈ ഒരു ചൂടിൽ നമുക്ക് ഈ ടെറസിൻ്റെ മുകളിൽ ചെരുപ്പിടാതെ കയറി നിൽക്കാൻ 2 മിനിറ്റ് പോലും നിൽക്കാൻ സാധിക്കില്ല. അത്രയും ചൂടുള്ള ഭിത്തികളാണ്. ഇപ്പോൾ നിലമായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു 2 മണിക്കൂറോളമായി ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഉച്ച സമയത്ത് ചെരുപ്പിടാണ് നിന്ന് ഇതിൻ്റെ മുകളിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കോട്ട് അടിച്ചതിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം, ആ ഒരു റൂഫ് കൂളിംഗ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോഡക്റ്റിൻ്റെ വ്യത്യാസം വളരെ നല്ല രീതിയിൽ നമുക്ക് അറിയാൻ കഴിയും. അത് പറഞ്ഞാൽ ഒട്ടും കാലിന് ചൂടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ചൂട്ടിൻ്റെ കാലാവസ്ഥ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മഴക്കാലമാണ്. മഴക്കാലം വന്നാൽ അതുപോലെ തന്നെ മഴയാണെങ്കിൽ വളരെ ശക്തമായുള്ള മഴയും, ആ മഴ മൂലം നമുക്ക് മുകളിൽ ഷീറ്റും കാര്യങ്ങളൊന്നും ഇടാത്ത വീടാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ കാലാവസ്ഥയ്ക്ക് തീർച്ചയായിട്ടും വീടിൻ്റെ മുകൾ വശത്ത് പല ഭാഗങ്ങളിലും വെള്ളം കെട്ടിക്കിടന്ന് സീലിങ്ങിലും അതുപോലെ ചുമരിലും പല വീടുകളിലും നനവിറങ്ങി കംപ്ലൈൻറ്റുകൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ഉത്തമ പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ഈ വാട്ടർ പ്രൂഫിംഗ് നിർബന്ധമായിട്ട് ഓരോ വീടുകളിലും ചെയ്തിരിക്കുക എന്നുള്ളതാണ്.